ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാജസ്ഥാൻ യാത്രയുടെ ഭാഗമായി ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് അതിസുന്ദരമായ ഒരു സ്ഥലത്താണ്. അതായത് രാജസ്ഥാനിലെ തടാകങ്ങളുടെ നഗരമായ ഉദയപൂരിൽ സ്ഥിതി ചെയ്യുന്ന ആരവല്ലി മലനിരകളാൽ ചുറ്റപ്പെട്ട ലോകപ്രശസ്തമായ ഫത്തേ സാഗർ തടാകക്കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ടീം റെഡിയായി വന്നിരിക്കുകയാണ്. വർണ്ണിക്കാൻ കഴിയാത്തത്ര സുന്ദരമായൊരു സ്ഥലമാണിത്. ഈ നീല ജലാശയത്തിന് സമീപം നിൽക്കുമ്പോൾ മറ്റേതോ മനോഹര ലോകത്തെത്തിച്ചേർന്ന പ്രതീതി. കണ്ണിനും കരളിനും കുളിരേകുന്ന ദൃശ്യങ്ങളാണ് ഇവിടെയുള്ളത്. ബോട്ട് യാത്രയ്ക്കായി എല്ലാവരും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ അതിവിശാലമായ ഫത്തേ സാഗർ തടാകത്തിലൂടെ ഈ നീല ജലാശയം കണ്ടപ്പോൾ ഒരു മനോഹര ഗാനമാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. നീല ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പൂളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. ഇവിടെ നീല താമരയൊന്നും വിരിഞ്ഞിട്ടില്ല, പക്ഷെ അടിപൊളി ജലാശയമാണ്, അടിപൊളി തടാകമാണ്, അതിവിശാലമാണ്. മലനിരകളും വനങ്ങളും എല്ലാം ചേർന്ന ആകെ ഒരു നീലവർണ്ണം കൊണ്ട് ഒരു സുന്ദര ദൃശ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു കൃത്രിമ തടാകമാണ്. 1678 മഹാരാജ ജയ്സിംഗ് നിർമ്മിച്ചതാണ് ഈ സുന്ദര തടാകം. രാജാക്കന്മാരുടെ സൗന്ദര്യ സങ്കല്പവും ഭാവനയും ആഡംബരവും എല്ലാമാണ് ഈ രാജസ്ഥാൻ യാത്രയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അതിമനോഹരമായ കൃത്രിമ തടാകവും. ഈ നീല ജലാശയവും പച്ച നിറത്തിലുള്ള മലനിരകളും ചേരുമ്പോൾ മറ്റൊരു കാശ്മീരാണ് ഇതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇന്ത്യയിലെ രണ്ടാമത്തെ കാശ്മീരെന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നത്. അതിൽ അത്ഭുതപ്പെടാനില്ല, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട രാജസ്ഥാനിലെ മറ്റൊരു മനോഹര തീരം. 1680കളിലാണ് ഈ തടാകത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് 1888 വെള്ളപ്പൊക്കത്തിൽ ഇതിന് നാശം സംഭവിച്ചു. അതിനുശേഷം മഹാറാണ ഫത്തേ സിംഗ് ഇത് പുനർനിർമ്മിച്ചു. ഉദയപൂരിൽ ഇതുപോലെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി കാഴ്ചകൾ ഇനിയുമുണ്ട്. ഈ നീല ജലാശയത്തിൻ്റെ മനോഹാരിത എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.